ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻഷീസ് കുക്കിംഗ് വൈബ്. അപ്പോൾ എല്ലാവരും ക്ലീനിങ്ങിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബെഡ്റൂമിനകത്തുള്ള കർട്ടനുകളൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ആ കർട്ടനുകളൊക്കെ ഒന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് സമയം വെള്ളത്തിൽ കുറച്ച് ഷാമ്പു ഒഴിച്ചിട്ട് കുറച്ച് സമയം അവിടെ വെക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ജനലൊക്കെ പൊടിയൊക്കെ തട്ടി വരുമ്പോഴേക്ക് അത് നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ ഇളകി വന്നിട്ടുണ്ടാവും. അപ്പോൾ കർട്ടനിലൊക്കെ പൊടികളൊക്കെ ഉണ്ടാവുള്ളൂ, അധികം അഴുക്കുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊന്നും അവിടെ അഴുക്കൊക്കെ പോകാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേന് നമുക്ക് ജനലുകളൊക്കെ ഒന്ന് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലുള്ള ജനലിലൊക്കെ പൊടിയൊക്കെ നമുക്ക് തട്ടിയെടുക്കാൻ നല്ല പ്രയാസമാണ്. കാരണം ഓരോന്നായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു ടിപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ചൂലിൽ 2 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ചൂലിങ്ങനെ രണ്ടായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ജനലിൻ്റെ ആ കമ്പികളുടെ ഇടകളൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ പെട്ടെന്നൊന്നും മാറാല പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗത്ത് കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വാസ്ലിൻ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ജനൽ കമ്പികളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം. അപ്പോൾ അതാ ഈ ഇടയിൽ ഇങ്ങനെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. മാത്രമല്ല നമുക്ക് ഫാനൊക്കെ ആ ഒരു ഫാൻ്റെ ലീഫിലിട്ടിട്ട് ഇതുപോലെ രണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിലിട്ട് കൊടുത്താൽ മതിയല്ലോ, അങ്ങനെയും ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് പൊടി തട്ടി കൊടുത്തതിന് ശേഷം ജനലിൻ്റെ ഗ്ലാസ്സുകളൊക്കെ കുറച്ച് വിനീഗർ ടിഷ്യൂവിലാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലീനായി കിട്ടും, നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും. അപ്പോൾ കമ്പികൾ നമ്മൾ ആ ഒരു ഷൂല് വെച്ച് തട്ടി കൊടുത്തതിന് ശേഷം കയ്യിൽ ഇതുപോലെ ഒരു ഷോക്സ് ഇട്ടിട്ട് കമ്പികൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷൈനിങ്ങും കിട്ടും. ആ പൊടികളൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടും. മാത്രമല്ല പെട്ടെന്നൊന്നും നമ്മൾ വാസ്ലിൻ തേച്ചതുകൊണ്ട് തന്നെ മാറാല ഒന്നും പിടിക്കില്ല. അപ്പോൾ ഷോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കമ്പികൾ തുടച്ചെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. അടുത്തത് നമ്മൾ മാറാല തട്ടുന്ന സമയത്ത് അതിൽ കുറച്ച് വാസ്ലിൻ തേച്ചിട്ട് തട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും മാറാല പിടിക്കില്ല കേട്ടോ. നമ്മൾ നോമ്പ് കഴിയോളം നമുക്ക് മാറാല തട്ടേണ്ട ഒരു അവസ്ഥ വരില്ല. കാരണം നമ്മൾ ഒരാഴ്ച തട്ടി പിറ്റേ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേന് തന്നെ മാറാല പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരില്ല, കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുത്തിട്ട് തട്ടുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ വാസ്ലീൻ ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഇതുപോലൊരു കവർ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ, ആ കവറ് നമ്മൾ മാറാല തട്ടുന്ന ആ ഒരു ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇതിന് കുറച്ച് മുൻപ് പല്ലിയും പാറ്റയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മളെ ചുമരുകളൊക്കെ തുടക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു വെള്ളമാണ് ഇതിട്ടാ. അപ്പോൾ ആ ഒരു വെള്ളം ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മളിപ്പോൾ മാറാല തട്ടാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു വടി ഉണ്ടല്ലോ, ആ വടിയിൽ ആ കവറിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാറാല തട്ടി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുത്താൽ മതി. അപ്പം മാറാല പെട്ടെന്നൊന്നും വരുമൊന്നുമില്ല. അപ്പോൾ ഇതിൽ കർപ്പൂരമൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ സ്മെല്ലുകൊണ്ട് പല്ലി, പാറ്റ, എട്ടുകാലി അതൊന്നും പെട്ടെന്നൊന്നും നമ്മളിലൊന്നും വന്നിരുന്ന് മാറാല ഒന്നും കെട്ടില്ല. അപ്പോൾ അടുത്തത് നമ്മൾ ബെഡ്റൂമിലുള്ള ഫാനാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും ഫാൻ ക്ലീൻ ചെയ്യാൻ അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അലർജി ഉള്ളവരൊക്കെ ഇതുപോലെ ഫാനിലെ പൊടി തട്ടുന്നത് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലത്തെ ഒരു കവറ് ആ ഒരു ലീഫിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഉയരത്ത് കയറി നിൽക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഒരു പൊടി പോലും നമ്മൾ താഴത്താവാതെ അത് നല്ല വൃത്തിയായിട്ട് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കവറിട്ട് തുടച്ചപ്പോൾ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഒരു പൊടി പോലും നമ്മളെ ബെഡിലൊന്നും ആവുമൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ മുകളിൽ കയറിയിട്ട് ക്ലീൻ ചെയ്യാൻ മടിയുള്ളവർക്ക് ഞാൻ ഇതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിക്കുമ്മ വെച്ചിട്ട് കെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും.
അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മുകളിലൊന്നും കയറി നിൽക്കാതെ തന്നെ ഫാനിലെ പൊടികളൊക്കെ പെട്ടെന്ന് തട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ മുകളിൽ കയറി ക്ലീൻ ചെയ്യാൻ പേടിയുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് നമ്മുടെ ഡോറിൻ്റെ അതുപോലെ ഷെൽഫിൻ്റെ കട്ടിലിൻ്റെ ഒക്കെ സൈഡിലുള്ള പൊടി എങ്ങനെയാണ് തട്ടാന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു രണ്ട് ഷോക്സ് ഒരു ആങ്കറിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ഷെൽഫും അതുപോലെ തന്നെ ഡോറൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ സൈഡിലുള്ള പൊടികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് നമ്മുടെ ഫ്രിഡ്ജ് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ആ കരിമ്പം പോവാനും കറ പോവാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. കുറച്ച് ബേക്കിംഗ് സോഡയിലേക്ക് ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് നന്നായി പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ആ ഒരു കറയുള്ള ഭാഗത്തൊക്കെ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉരച്ചിട്ട് ഒരു ടിഷ്യൂ വെച്ചൊന്ന് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രിഡ്ജ് നല്ല പുതിയ ഫ്രിഡ്ജ് പോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് ആവശ്യമുള്ളവർ ആ ഒരു വീഡിയോ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അടുത്തത് നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ പാത്രങ്ങൾ ഇതുപോലുള്ള സെറാമിക് പാത്രങ്ങളിലൊക്കെ നല്ല ചായക്കറ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പേസ്റ്റ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പുതിയ കപ്പ് പോലെ ആയി കിട്ടും കേട്ടോ. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീൽ പാത്രത്തിലും നമുക്ക് ടൂത്ത് പേസ്റ്റ് കൊണ്ട് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ചായക്കറൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. സെറാമിക്കും സ്റ്റീൽ പാത്രങ്ങളും മാത്രമല്ല കേട്ടോ, ഇതുപോലുള്ള ഫൈബർ പ്ലേറ്റിലൊക്കെ മഞ്ഞ കളർ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കറ പിടിച്ച പ്ലേറ്റുകളൊക്കെ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് നല്ല ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുതിയതുപോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ടൂത്ത് പേസ്റ്റ് കൊണ്ട് അത് മാത്രമല്ല, നമ്മളിതാ അരിപ്പൊക്കെ നല്ല കറ പിടിച്ചിട്ടുണ്ട്. ആ കറ പിടിച്ച അരിപ്പ നമുക്ക് നല്ല പുതിയതാക്കി എടുക്കാനും ടൂത്ത് പേസ്റ്റ് മാത്രം മതി. ആ ടൂത്ത് പേസ്റ്റ് കൊണ്ട് നന്നായിട്ട് നിന്ന് ഉരച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ഈ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് പാത്രങ്ങൾ മാത്രമല്ല, നമ്മളെ ചുമര് നല്ല വെട്ടി തിളങ്ങും കേട്ടോ. ചുമര് നന്നായിട്ട് ഉരച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടികൾ വരച്ചിട്ടുള്ള വരകളും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡായാലും ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ വെച്ച് തുടച്ചാൽ മതി, നല്ല പുതിയതുപോലെ ആയി കിട്ടും. അപ്പോൾ നമ്മളെ ചുമരും സ്വിച്ച് ബോർഡും പാത്രങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാൻ ടൂത്ത് പേസ്റ്റ് മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ മുൻപ് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ക്ലീനിങ് വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് ഷെയർ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ മിക്സിയുടെ ക്ലീനിങ് ഞാൻ കാണിക്കുന്നില്ല. ഇതിന് മുൻപ് ഞാൻ 2-3 വീഡിയോ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അത് മിക്സിയൊക്കെ അഴുക്കായിട്ടുള്ളവരാണെങ്കിൽ ആ വീഡിയോയുടെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മിക്സി മാത്രമല്ല കേട്ടോ, മിക്സിയുടെ ജാറും വാഷറും ഒക്കെ ക്ലീൻ ചെയ്യാന്നുള്ള വീഡിയോ ഇതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കൂടുതലായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അഴുക്ക് പിടിച്ചൊരു മിക്സി ആയിരുന്നത് കണ്ടില്ല, നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നുള്ളത് നമുക്ക് സ്റ്റൗ ആണ്. അപ്പോൾ സ്റ്റൗ ക്ലീൻ ചെയ്യാനും നല്ല ഈസിയാണ്. സ്റ്റൗവിൻ്റെ ബർണറൊക്കെ കറുത്ത കളർ കയറിയാലും നമുക്ക് പുതിയതാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഞാനിപ്പോൾ ആ ഒരു ബർണറുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം
കുറച്ച് ഹാർപ്പിക്കും ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് രാത്രി വെച്ചിട്ട് ഇന്ന് രാവിലെ ആകുമ്പോൾ തന്നെ ഒരുപാട് അഴുക്ക് അതിൽ നിന്ന് പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ജസ്റ്റ് കമ്പി വെച്ചൊന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി, പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ ബർണർ മാത്രം ക്ലീൻ ചെയ്താൽ പോരല്ലോ, അടുപ്പും ക്ലീൻ ചെയ്യണമല്ലോ, അതിനും ടൂത്ത് പേസ്റ്റ് മാത്രം മതിട്ടാ. അപ്പോൾ ഒരു ബ്രഷിൽ കുറച്ച് ടൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഉരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അഴുക്ക് പിടിച്ച അഴുക്കും കറകളും തുരുമ്പും ഒക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബർണർ എത്രത്തോളം കറുത്ത കളറായിട്ടുണ്ട് നിങ്ങൾ കണ്ടതാണല്ലോ, അത് നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാറ് സിങ്കൊക്കെയാണല്ലോ. അപ്പോൾ സിങ്കിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ ക്ലീനിങ്ങിലുള്ളതാണ് നമ്മളെ കിച്ചൺ ടവൽ, ഡോർമാറ്റ്, അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കിച്ചൺ ടവലൊക്കെ ഞാൻ വെറും കഞ്ഞിവെള്ളം കൊണ്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തിട്ടുള്ളത്. കഞ്ഞിവെള്ളം ടൂത്ത് പേസ്റ്റും വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രിക്ക് ഞാൻ ഇതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർമാറ്റ് ആയാലും നല്ല അഴുക്ക് പിടിച്ച ഡോർമാറ്റും നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് കല്ലിലിട്ട് ഉരച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുക ബാത്റൂം ആണല്ലോ. ബാത്റൂമിൻ്റെ ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ ഇതിനു മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര കറ പിടിച്ച ബാത്റൂം ആയാലും വാഷ് ബേസ് ആയാലും എങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരുപാട് നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ക്ലീനിങ് മൊത്തത്തിലൊരു ക്ലീനിങ് ആണല്ലോ എല്ലാവർക്കും. അപ്പോൾ അത് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്